ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നൊരു കഥയാണ്. അപ്പോൾ ഞാൻ ഒട്ടും നോൺ വെജ് അധികം ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പ്രത്യേകിച്ച് ഞാൻ ചിക്കനൊന്നും അധികം കഴിക്കില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡാണ് ഇങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി തന്നത്. അപ്പം മുതൽ എനിക്ക് ഇങ്ങനെ വയ്ക്കുന്ന ചിക്കൻ കറി എനിക്ക് ഇഷ്ടമാണ്. കുറച്ചെങ്കിലും ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ആദ്യം ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി, അതുപോലെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് എല്ലാം ചേർത്ത് യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. എന്നിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് എടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, അതുപോലെ പെരുംജീരകം, ചെറിയ ജീരകം, അതുപോലെ സ്റ്റാർ, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളി, ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് വല്യുള്ളി, ഒരു 4 വല്യുള്ളി ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഓയിലിൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് വീണ്ടും കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു സ്വാദ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനാണ് നോക്കാറ്. അതുപോലെ ചിക്കൻ അതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാന് അടുപ്പത്ത് വെച്ച് പാന് നല്ലതുപോലെ ചൂടാവുമ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി സ്പൈസസൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. സ്പൈസൊക്കെ ഇതിലൊന്ന് ഒരു ലൈറ്റ് ഫ്ലെയിമിൽ, അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് സ്പൈസസൊക്കെ നല്ലതുപോലെ ഒന്ന് അതിൻ്റെ മണമൊക്കെ ഓയിൽ ഇറങ്ങി വരണം. അതുപോലെ അതിന് ശേഷം വല്യുള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില ആഡ് ചെയ്യാം. ഒന്ന് നല്ലതുപോലെ വഴറ്റി അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ ഉള്ളിയിലും തക്കാളിയിലും കുറച്ച് മസാലകൾ കൂടി ഇടാം. അപ്പോൾ നന്നായി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അധികം ഗ്രേവിയൊന്നും പ്രതീക്ഷിക്കരുത്. അധികം ഗ്രേവിയൊന്നും ഇല്ലാത്ത ഈ റോസ്റ്റ് ചെയ്ത ചിക്കനിലേക്ക് ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ചാലും അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല, ടേസ്റ്റ് നഷ്ടമാവും. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ അവസാനം നമുക്ക് കുറച്ച് മല്ലിയില കൂടി തൂവിക്കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് നല്ല കോമ്പിനേഷനാണ്.